ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കുറവിലങ്ങാട് ചർച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഞാൻ വരാറുണ്ട്. ഇവിടെ ഞാൻ വീടുള്ളപ്പോൾ എപ്പോഴും ഞാനിവിടെ കുറവിലങ്ങാട് പള്ളി വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഞാൻ ബസ്സിന് വന്നു. ഏടാപ്പി അംഗൻവാടി പോയതുകൊണ്ട് ഏടാപ്പി വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പള്ളി വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ കുർബാന ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ഞാൻ വന്നതേ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുർബാനയ്ക്ക് കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും മുഴുവൻ കാണണേ. കുറവിലങ്ങാട് അടുത്താരയാണ്. ഞാൻ വന്നപ്പോൾ കുർബാനയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി, പള്ളിയിൽ നിന്ന് പോയി എന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതാണ് അൾത്താര. അൾത്താരയുടെ ഇടത് വശത്തായിട്ടാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഒരു ഫോട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ അത് നമ്മൾ ക്യൂ നിന്ന് വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പള്ളിക്കകവും. ഇതാണ് കേട്ടോ നമ്മുടെ കുറവിലങ്ങാട് മുത്തിയമ്മ. ഈ രൂപത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. നമുക്ക് നിയോഗങ്ങളൊക്കെ എഴുതി വെക്കാൻ അവിടെ ഒരു അപേക്ഷപ്പെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ വയ്ക്കാൻ നമ്മൾ തിരികളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ മാതാവിൻ്റെ മുമ്പിൽ കാണിക്കായിട്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഒരുപാട് അത്ഭുതങ്ങളുള്ള മാതാവാണ് കേട്ടോ. മാതാവ് ജീവനോടെ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കുറവിലങ്ങാട് മുത്തിയമ്മ. പള്ളിമുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നൊരു പൂക്കൂടാണ് കേട്ടോ. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ നിയോഗങ്ങൾ എഴുതി വെക്കാനായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളെ ആഗ്രഹങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് പേരിങ്ങനെ കുറേ ആഗ്രഹങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതാണ് അത്ഭുത ഉറവ എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് മാതാവ് കാണിച്ചു കൊടുത്തൊരു കിണറാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ആ കാണുന്ന പൈപ്പിലൂടെ നമുക്ക് ആ വെള്ളം കിട്ടും. ഇതാണ് കേട്ടോ കിണർ. മാതാവിൻ്റെ ഒരു വലിയ രൂപം വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഇതാണ് കിണർ. അപ്പോൾ കിണറ്റിലോട്ട് നോക്കി അതിൻ്റെ അടിയിൽ നല്ല വെള്ളം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ആ വെള്ളം നമുക്ക് അപ്പുറത്ത് പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിലൂടെ നമുക്കെടുത്ത് കുടിക്കാം. ഇതാണ് കേട്ടോ ചെറിയ പള്ളി. നമ്മുടെ കുറവിലങ്ങാട് പള്ളിയുടെ തൊട്ട് മുകളിലായിട്ടൊരു കുഞ്ഞു പള്ളി കൂടി ഉണ്ട്. അവിടെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഒരു പള്ളിയാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ എണ്ണ ഒഴിക്കാനുണ്ട്. അവിടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കകത്ത് ഒരു കുഞ്ഞ്, അത് കുറവിലങ്ങാട് പള്ളി എല്ലാവരും തൊട്ട് മുകളിലായിട്ട് കുഞ്ഞു പള്ളി. ഇത് മണിമാളിക എന്ന് പറയുന്നത്. മണിമാളിക ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആ കുഞ്ഞു പള്ളി, ചെറിയ പള്ളി. ചെറിയ പള്ളിയിൽ അധികം തിരക്ക് കുറവാണ്. താഴെ പള്ളി വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സെബസ്ത്യാനോസ് പുണ്യാളനെ കണ്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പം അതിന് തൊട്ട് സൈഡിലായിട്ട് പിന്നെ ഒരു മിഖേൽ മാലാഖയുടെയും ഗീവർഗീസ് പുണ്യാളൻ്റെയും ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയാണ്. ഒരു നല്ല പീസ്ഫുള്ളാണ്. കാരണം അവിടെ കുർബാനയൊക്കെ നടക്കുമ്പോൾ നമുക്കിവിടെ മൈൻഡൊന്ന് റിലാക്സ് ആയിട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ പറ്റിയൊരു സ്ഥലമാണ് ഈ കുഞ്ഞുപള്ളി, ചെറിയ പള്ളി കേട്ടോ. മണിമാളിക എന്ന് പറയുന്നത്. മണിമാളിക എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മണികളാണ് കേട്ടോ. അപ്പോൾ 3 മണികളുണ്ട്. ഈ മണികൾ ചവിട്ടിയാണ് അടിക്കുന്നത്. ഇപ്പോൾ കുറവിലങ്ങാട് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു 3 നോയമ്പാണ്. 3 നോയമ്പിൽ കപ്പിൽ പ്രതിഷ്ഠ
മണിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഒരു ചെറിയ ഒരു ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ മണി. അതിൻ്റെ മുമ്പ് അങ്ങോട്ട് 3 മണികളുണ്ട്. നമ്മൾ അടുത്ത് പോയി നിന്നാലും അത് ഒരുമാതിരി ഇരുട്ടാണ്, അപ്പം നമുക്ക് അത്ര വീഡിയോയിൽ ക്ലാരിറ്റി ആയിട്ട് കിട്ടത്തില്ല. ഇതാണ് മണിമാളിക. ഇതാണ് നമ്മുടെ താഴത്തെ പള്ളി. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കപ്പൽ പ്രദക്ഷിണത്തിന് ഇറക്കുന്ന കപ്പൽ സൂക്ഷിച്ചിരിക്കുന്നത്. അത് കപ്പൽ പ്രദക്ഷിണം ഞാൻ പറഞ്ഞു, നമ്മുടെ 3 നോയമ്പിന് മാത്രമേ കപ്പൽ പ്രദക്ഷിണം ഉണ്ടാകത്തുള്ളൂ. ഏറ്റവും വലിയ തിരുനാൾ 3 നോയമ്പാണ് കേട്ടോ നമ്മുടെ കുറവിലങ്ങാട് പള്ളിയിൽ. അതുപോലെ തന്നെ ഇതിനൊരു ഐതുണ്ട്. കടപ്പൂർ നിവാസികൾ വന്ന് കപ്പലയിൽ അവരാണ് കപ്പൽ പ്രദക്ഷിണത്തിന് ഈ കപ്പൽ ഇറക്കുന്നത്. അവർ വന്ന് ഇറക്കിയില്ലെങ്കിൽ ആ കപ്പൽ നീങ്ങത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പം 3 നോയമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആ നോയമ്പ് തീരുന്ന വരെ അത് പള്ളിക്കകത്ത് വെക്കും. അത് കഴിഞ്ഞ് ഇവിടെയാണ് കേട്ടോ കപ്പൽ സൂക്ഷിക്കുന്നത്. കപ്പൽ പ്രദക്ഷിണം നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കപ്പൽ പ്രദക്ഷിണം 3 നോയമ്പിൻ്റെ സമയത്ത് കാണാൻ വേണ്ടി. അത് എന്നിട്ട് കപ്പൽ പ്രദക്ഷിണം കഴിഞ്ഞ് കഴിയുമ്പം അവരിവിടെ അത് പള്ളിയുടെ തൊട്ട് താഴെയായിട്ട് അവരിവിടെ ഈ ഒരു മേടയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കപ്പൽ. ഇത് പള്ളിയുടെ താഴെയുള്ള കുരിശു തൊട്ടിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. നമുക്ക് ക്യൂ നിന്ന് വേണം, നല്ല തിരക്കാണ്. ആദ്യ വെള്ളിയാഴ്ചയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ റൗണ്ട് അടിച്ച് എല്ലാ ദീപത്തിലും നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ദീപത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിയോഗം വെച്ചുകൊണ്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് നമ്മൾ കറങ്ങി നമുക്ക് ആ ഒരു അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് അതിൽ ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് ഇത് കാണുന്നത് നമ്മുടെ സൈഡിൽ ഇറങ്ങി പോകുന്ന വ്യൂ ആണ്. ഇത് മാർത്തോമാ ശ്ലീഹ പൂർവ്വമാർക്ക് മാമോദിസ നൽകുന്നൊരു ദൃശ്യാവിഷ്കാരം അവിടെ വെച്ചിട്ടുണ്ട്. ബ്രാഹ്മണന്മാരെയൊക്കെ മാമോദിസ മുക്കുന്നതിൻ്റെ ഒരു ചെറിയ ടാബ്ലറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ദൃശ്യാവിഷ്കാരം അവിടെയുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് മൊത്തം വെള്ളമാണ്. വെള്ളത്തിനടുത്ത് മാർത്തോമാ ശ്ലീഹ മാമോദിസ കൊടുക്കുന്നതായിട്ട്. ഇത് പള്ളിയുടെ റൈറ്റ് സൈഡ് വ്യൂ ആണ് കേട്ടോ. നേരെ കാണുന്നതാണ് നമ്മുടെ സെമിത്തേരിയാണ് കേട്ടോ. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് പുറത്തേക്കുള്ള വഴിയാണ്. അതിനിവിടെയായിട്ട് ഒരു ചെറിയ ഒരു വാദ്യപുര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം. അതും ഇങ്ങനെ കുറേ പ്രതിമകൾ, ചെണ്ട കൂട്ടുന്നതും വയലിൻ വായിക്കുന്നതും വീണ, അങ്ങനെ കുറേ പ്രതിമകളെല്ലാം കൂടെ പണിത് വെച്ചതാണ്. ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അതിന് തൊട്ട് താഴെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, അതിനകത്ത് മീനുണ്ട്, മീൻ വളർത്തുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ ഇതിൽ തിരിച്ചു പോകാം. വണ്ടിയെ വരുന്നവർക്കൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇതിലാണ് കയറി വരുന്നത്. അല്ലാത്തവർ നമ്മൾ നടന്നു വരുന്നവരുടെ സ്റ്റെപ്പ് കയറി വരും. അപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ. ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മളിതിനെ ഇറങ്ങി അങ്ങ് തിരിച്ചു പോകണം. നടന്നിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്തേക്കാം.